മഹത്വം എടുക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അതിൻ്റെ തുടർച്ച എന്നവണ്ണം 5-ാം അധ്യായത്തിൻ്റെ 44-45 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിക്കും, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിൽ തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. പ്രാർത്ഥിക്കാം. നല്ല പിതാവെ, ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ വായിച്ച വചനം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വചനത്തിലൂടെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ശോധന ചെയ്യാൻ, ഞങ്ങളുടെ കുറവുകളെ കണ്ടെത്തി അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ, അതിലൂടെ ദൈവാനുഗ്രഹം പ്രാപിപ്പാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും വലിയൊരു ദൈവപ്രവൃത്തി കാണാൻ കർത്താവ് സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നിവിടെ നമ്മൾ കാണുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, ശത്രുക്കളെ സ്നേഹിപ്പിക്കും, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്തിനാണ്? സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടത് തന്നെ. അപ്പൊ നമ്മള് ശത്രുവിനെ സ്നേഹിക്കുകയും ശത്രുവിനെ കരുതുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ മക്കൾ എന്ന ആ പദവിയിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിൽ, അവന്റെ അടക്ക ഉയർപ്പിൽ നമ്മൾ ഏകീഭവിച്ച് അവനെ സ്വീകരിച്ച് നാം അവന്റെ മക്കളായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ശത്രു ഉണ്ടാകരുത്. ആ ശത്രുവിനെയും കൂടെ നമുക്ക് സ്നേഹിച്ചിട്ട് ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന ആ പദവി നിൽക്കാനും, ആ പദവിയിൽ നിലനിൽക്കാനും, ഞാൻ ആ മകളാണെന്ന് നമ്മളെ കാണുന്നവർ അല്ലെങ്കിൽ മകനാണെന്ന് നമ്മളെ കാണുന്നവർ അറിയത്തക്കവണ്ണം അവന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവരായി നമുക്ക് മാറാൻ കഴിയും. അപ്പോഴാണ് നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത അവകാശം അനുഭവിക്കാൻ കഴിയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, തിരുവഴുത്ത് നമ്മോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളെങ്കിൽ അവകാശി, ക്രിസ്തയേശുവിൽ കൂട്ടവകാശി. ഇപ്പൊ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ നമുക്ക് അവൻ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അവകാശമുണ്ട്. ഈ അവകാശം പലപ്പോഴും തടയപ്പെടുന്നതും ലഭിക്കാതെ പോകുന്നതും ആ മക്കൾ എന്ന ആ പദവിക്ക് യോഗ്യമല്ലാത്ത പ്രവൃത്തി നമ്മിൽ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന കർത്താവ്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കും. അപ്പൊ ഒരു ശത്രു നമുക്ക് ഉണ്ടെങ്കിൽ അവനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മകനും മകളും എന്ന പദവിയിൽ നിന്നുകൊണ്ട് ദൈവത്തോടൊന്നും ചോദിക്കാനും നമുക്ക് കഴിയില്ല, ലഭിക്കുകയുമില്ല. നമുക്ക് അതിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ കഴിയാതെ നിരാശ ജീവിതത്തിലേക്ക് നമ്മൾ മാറിപ്പോകാനിടയാവും. അപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പിന്നെയും പറയുന്നു, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവിത ശൈലിയാണ്. ആ യേശുവുമായി നമ്മൾ ഒരുമിച്ച് നടക്കുന്ന ഒരു ജീവിതമാണ്. അങ്ങനെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മറ്റൊരു ശത്രു ഉണ്ടാകി അവനെ നിഗ്രഹിക്കാനുള്ള ശ്രമവുമാണ് നമ്മിൽ കാണുന്നതെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിന്റെ മഹത്വം നമ്മെ വെളിപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ തന്നെ പൗലൂസ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞത്, ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിപ്പാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അവന്റെ തലയിൽ തീക്കനൽ കുന്നിക്കുമെന്നാണ്. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മളെ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഒരുപക്ഷെ നമ്മളെ ഉപദ്രവിക്കുകയും നമ്മളെ വെറുക്കുകയും നമ്മളെ കുറിച്ച് കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരെ സ്നേഹിക്കാനും അവരൊരു ഭാരത്തിലിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അവർ വലിയ ഭാരത്തിലിരിക്കുമ്പോൾ അവരെ ചെന്ന് കണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ കൊടുത്തവരെ ആശ്വസിപ്പിക്കാനും കൂടെ കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം നമ്മിലൂടെ മറ്റൊരാൾക്ക് ദർശിക്കാൻ കഴിയുന്നത്. അപ്പോഴാണ് അവർ പോലും നോക്കിയിട്ട് നമ്മളെ കുറിച്ച് പറയുന്നത്, ഇവനൊരു അല്ലെങ്കിൽ ഇവളൊരു ദൈവ പൈതലെന്ന് ഞാൻ കാണുന്നു. ശൂനേംകാരി എലീശ പ്രവാചകനെ കുറിച്ച് പറഞ്ഞതുപോലെ കൂടെ നമ്മുടെ വഴിയായി പോകുന്ന ഈ മനുഷ്യനൊരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു എന്ന് പറയാനുള്ള കാരണം അവനില് ആ ഒരു മഹത്വം വെളിപ്പെട്ട് കണ്ടതുകൊണ്ടാണ്.
സ്വയം ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വയം നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്കൊരു ശത്രു ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും തരത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ അതിക്ക് വേണ്ടി ഒന്നാമത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. രണ്ട്, ഭാരപ്പെടുന്നെങ്കിൽ ഒരു ആശ്വാസ വാക്ക് പറയാം. നമ്മളാൽ എന്തെങ്കിലും ഉപകാരം വരേണ്ടതുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാനും കൂടെ കഴിയുമ്പോഴാണ്. അവന്റെ തലയെ തീക്കനൽ കുന്നിക്കുന്നു എന്ന് പറയുന്നത് അവന് കുറ്റബോധം കൊണ്ട്, പാപബോധം കൊണ്ട് ഒരു മടങ്ങിവരവ് അവനുണ്ടാകും എന്നാണ്. യേശു നമ്മൾ പഠിപ്പിച്ചതും മാതൃക കാണിച്ചതും അവന്റെ ജീവിത ശൈലിയും അത് തന്നെയായിരുന്നു. ക്രൂശെ കിടക്കുമ്പോൾ ആണി അടിച്ചവരെയും തലയിൽ മുൾ കിരീടം വെച്ചടിച്ചവനും കുന്തം കൊണ്ട് കുത്തിയവനും നേതൃത്വം കൊടുക്കുന്നവരെ എല്ലാം നോക്കി യേശു, പിതാവ് ഇവർ ചെയ്യുന്ന ഇന്നതെന്ന് അറിയാവുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പരസ്യമായി അവൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഒപ്പം ക്രൂശിക്കപ്പെട്ട ഒരു കള്ളന്റെ ജീവിതത്തെ മാറ്റി. ക്രൂശിക്കാൻ നേതൃത്വം കൊടുത്ത ശതാധിപൻ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ തന്നെയാണ്. അവനും അവന്റെ കുറ്റം അംഗീകരിച്ച് ഏറ്റുപറയാനിടയായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര വലിയ ശത്രുവാണെങ്കിലും അവനെ സ്നേഹിക്കാനും അവന്റെ സങ്കടത്തിൽ അവനെ ചെന്ന് കാണാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്കൊരു മാറ്റമുണ്ടാകാൻ, ആ വ്യക്തിക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ, ആ വ്യക്തി നമ്മളുമായിട്ട് നിരപ്പ് പ്രാപിക്കാനായിട്ട് ഇടയാവും. എത്ര വലിയ ശത്രുവാണെങ്കിൽ. ചില പ്രസംഗങ്ങളിലെങ്കിലും എനിക്ക് നേരിട്ട് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പരസ്പരം നിരപ്പ് പ്രാപിക്കുന്നവരെ എനിക്ക് നേരിൽ കാണാനായി കഴിഞ്ഞിട്ടുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് ഓടി വീട്ടിൽ ചെന്ന് അയൽവക്കത്തെ ശത്രുവുമായി നിരപ്പ് പ്രാപിച്ച സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയിലൂടെ പലപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കും ചിലരുടെ വീട്ടിൽ പോയി ഇതുപോലെ നിരപ്പ് പ്രാപിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അങ്ങനെ നമുക്കൊരു തിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ് മക്കളെന്ന ആ പദവിയിൽ നിന്നുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട അവകാശത്തെ ദൈവത്തിൽ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒന്നുകൂടെ പറയാം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ ദൈവം പറഞ്ഞ പോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും മനസ്സിൽ സ്നേഹിക്കാൻ കഴിയാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടായിരിക്കാം, ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയെ ഫോണിൽ വിളിച്ചോ, നേരിൽ കാണാമെങ്കിൽ ആ വ്യക്തിയെ നേരിട്ട് ചെന്ന് കണ്ട് നിങ്ങൾക്കൊരു ഏറ്റുപറച്ചിൽ, എൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവരുടെ മനസ്സറിഞ്ഞ് അവരെ ഒന്ന് കരുതാൻ കഴിഞ്ഞാൽ, ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരുപക്ഷെ നാളുകളായി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വിഷയത്തിന് ഉത്തരം ലഭിക്കാത്തതുണ്ടെങ്കിൽ, വളരെ നാളുകളായി നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും വിഷയത്തിന് പരിഹാരം ലഭിക്കാത്തതുണ്ടെങ്കിൽ, അടുത്ത നിമിഷം അതിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും. കാരണം മക്കൾ എന്ന പദവിയിലേക്ക് ഉയരുമ്പോൾ നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ്. നിങ്ങളുടെ ആഗ്രഹത്തെ നിവർത്തിക്കുന്ന ഒരു നല്ല പിതാവിനെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണുവാനും അനുഭവിക്കാനും കഴിയും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ പറയട്ടെ. അതുകൊണ്ട് ഞാനോ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിപ്പീൻ. ദൈവത്തിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ ആ മക്കളെന്ന ആ പദവിയിൽ നിന്ന് നാം കീഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ആ മക്കളെന്ന പദവിയിൽ നിന്ന് നമുക്ക് അവകാശമായത് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പിറകിൽ ഈ ശത്രുവിനോട് നമുക്കുള്ള കയ്പായിരിക്കാം ഒരുപക്ഷെ അനുഗ്രഹത്തിന് തടസ്സം. ഇന്നത് അവസാനിക്കട്ടെ. ദൈവമൊത്തം കാണാനിടയായിട്ട് നമുക്കൊരു വാക്കോടെ പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തും. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ഉള്ളത്തിൽ അങ്ങവിടെ നിന്ന് ഇടപെട്ടതിനായി സ്തോത്രം. കർത്താവ്, ഇത് കഴിയുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് എവിടെയെങ്കിലും കയ്പോ വിദ്വേഷമോ ഉള്ള വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് ഫോണിൽ വിളിക്കാനോ നേരിട്ട് കണ്ട് ആ ബന്ധം ഒന്ന് പുതുക്കി, ക്രൂശിൽ അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ, ക്രൂശിൽ അങ്ങ് ക്ഷമിച്ചതുപോലെ, ക്രൂശിൽ അങ്ങ് ക്രൂശിച്ചവരെ അനുഗ്രഹിച്ചതുപോലെ, കർത്താവെ, ഭാരമുള്ള വ്യക്തികളെ ഒന്ന് അനുഗ്രഹിക്കാനായിട്ട് ഓരോ ഹൃദയങ്ങളെയും അങ്ങ് അവിടുന്ന് സഹായിക്കണം. കർത്താവെ, ആ നിരപ്പ് പ്രാപിക്കുമ്പോൾ അങ്ങയുടെ മഹത്വം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണത്തക്കവണ്ണം അങ്ങ് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം, നാളുകളായി ഭാരപ്പെടുന്ന വിഷയത്തിന്റെ പരിഹാരം അടുത്ത ദിവസം തന്നെ അനുഭവിക്കുവാൻ
ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അതിനായിട്ട് ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അത് വിശ്വസ്തയോടെ ചെയ്തതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.